RCB കപ്പ് തൂക്കിയ വർഷം, PSG ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ട വർഷം, ഹാരി കെയ്നെ തേടി ഒരു മേജർ ട്രോഫി വന്ന വർഷം, റൊണാൾഡോ വീണ്ടും കിരീടങ്ങളിൽ മുത്തമിട്ടിട്ടുള്ള ഒരു വർഷം, ഒരു ശരാശരി സ്പോർട്സ് പ്രേമിയുടെ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ് 2025. ഇനി രണ്ട് മെയിൻ ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. അതിലൊരാഗ്രഹത്തിന്റെ തുടക്കം എന്താ ഇന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കൻ ടീമിനും ക്രിക്കറ്റ് ടീമിനും ഒരു കപ്പ്. എത്ര വർഷമായിടോ, എത്ര കാലമായിടോ, എത്ര ലെജൻഡറി താരങ്ങൾ കളിച്ചിട്ടുള്ള ടീമാണ്. പലപ്പോഴും മികച്ച പോരാട്ടങ്ങളോടുകൂടി ഈ സീസണിൽ അല്ലെങ്കിൽ ഈ വർഷം കപ്പടിക്കാൻ സാധ്യതയുള്ള ടീമുകളായി വന്നിട്ടുള്ള, അല്ലെങ്കിൽ സെമിയിലും ഫൈനലിലും വീണു പോകുന്ന ഒരു ടീം. ആ ഒരു ടീമിന് ഈ തവണ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഒരു വിജയം അവരർഹിക്കുന്ന വിജയമാണ്. ഇത്രയും കാലമായിട്ട് അവരുടെ ഓരോ ലെജൻസിനും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു സമ്മാനമായിരിക്കും ടെസ്റ്റ് ചാമ്പ്യന്മാരെന്ന് പറയുന്ന ആ ഒരു പദവി. ബൗമയ്ക്കും കൂട്ടർക്കും ആ ഒരു കപ്പ് തൂക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എതിരാളികൾ മൈറ്റി ഓസീസ് ആണ്. ഫൈനലുകളിൽ തകരാത്ത ശക്തമായിട്ടുള്ളൊരു ടീം, ഫൈനലിൽ വലിയ ട്രാക്ക് റെക്കോർഡുള്ള ടീം. മൈറ്റി ഓസീസ്, നിങ്ങൾ വീഴുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സപ്പോർട്ടും മുഴുവൻ ആ ഒരൊറ്റ ടീമിനാണ്, സൗത്ത് ആഫ്രിക്കൻ ടീമിനാണ്. ആ ടീമിൽ ഇപ്പോഴത്തെ ഓരോ അംഗങ്ങൾക്കും ആ ടീമിനോടൊപ്പം കാലങ്ങളായിട്ട് സ്വപ്നം കണ്ട് കൂടെ കൂടിയിട്ടുള്ള ഓരോ ലെജൻസിനൊപ്പമാണ് സൗത്ത് ആഫ്രിക്ക കപ്പ് തൂക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ആഗ്രഹത്തോട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മറ്റൊരാഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ISL തുടങ്ങുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കലിപ്പടക്കി ഒരു കപ്പ് കൂടെ നടണം. ഈ രണ്ട് ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരു ശരാശരി സ്പോർട്സ് പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഉഗ്രൻ ഉഷാറ് സംഭവമായിരിക്കും 2025. എന്തായാലും ബൗമേ, കപ്പ് അടിച്ചേക്കണേടാ, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബൗമയ്ക്കും കൂട്ടർക്കും സൗത്ത് ആഫ്രിക്കയ്ക്ക് ICC ട്രോഫി ഈ തവണ മൈറ്റി ഓസീസിനെ കീഴ്പ്പെടുത്തി നേടാൻ കഴിയും. കമന്റ് ബോക്സിലേക്ക് വായോ.